GK കിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ. കേളപ്പൻ. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളം ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഉത്തരം 1919. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1950 ജനുവരി 26. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ? ഉത്തരം പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഉത്തരം BR അംബേദ്കർ. ഒക്ടോബർ 2 പ്രാധാന്യം എന്താണ്? ഉത്തരം ഗാന്ധി ജയന്തി. നമ്മുടെ ദേശീയ ചിഹ്നം ഏതിൽ നിന്നും എടുത്തതാണ്? ഉത്തരം സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ്? ഉത്തരം 1956 നവംബർ 1. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്ത്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം എവിടെ? ഉത്തരം കാപ്പാട്. സാരേ ജഹാം സേ അച്ച എന്ന ദേശഭക്തി ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. നവംബർ 14 ഏത് ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത്? ഉത്തരം ശിശുദിനം. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ? ഉത്തരം ന്യൂഡൽഹി. ശിപായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1857. പ്രശസ്തമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അവസാനം ആത്മഹത്യ ചെയ്യുകയും ചെയ്തതാര്? ഉത്തരം വേലുത്തമ്പി ദളവ. വയനാടൻ കാടുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിയുദ്ധം നടത്തിയ കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് ആര്? ഉത്തരം പഴശ്ശിരാജ. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്നും. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്?
ഉത്തരം 1948 ജനുവരി 30. ചാച്ചാജി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? ഉത്തരം എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഉത്തരം സരോജിനി നായിഡു. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് തൂക്കിലേറിയ ധീര സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ഭഗത് സിംഗ്. ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം 1947 ജൂലൈ 22. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ലോകമാന്യ തിലകൻ. എനിക്ക് രക്തം തരിക, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഗാന്ധിജി. ദേശീയ പുഷ്പം ഏതാണ്? ഉത്തരം താമര. ദേശീയ മൃഗം ഏതാണ്? ഉത്തരം കടുവ. ഏത് സമരത്തിന് നൽകിയ നേതൃത്വമാണ് വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നേടിക്കൊടുത്തത്? ഉത്തരം ബർദോളി സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉത്തരം മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം ഖുദിറാം ബോസ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ശിപായി ലഹള. ദേശീയ പതാകയുടെ അനുപാതം എത്രയാണ്? ഉത്തരം 3:2. ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു? ഉത്തരം 200 വർഷങ്ങൾ. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെ വച്ചാണ്? ഉത്തരം ചെങ്കോട്ട. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം രാജഗോപാലാചാരി. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ്? ഉത്തരം 1721 ഏപ്രിൽ 15. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം യൂസഫ് മെഹ്റലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആരായിരുന്നു? ഉത്തരം സി ശങ്കരൻ നായർ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം എം ജി റാനഡെ.
രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല, സമരം ചെയ്ത് നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലക്.